സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. പുണ്യജീവിതങ്ങൾ പരിചയപ്പെടുത്തുന്നവൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. സങ്കീർത്തനം 30:4. പുരോഹിതൻ വിശുദ്ധരെ പരിചയപ്പെടുത്തുന്നവനാണ്. കഴിഞ്ഞ 2000 വർഷത്തെ സഭാചരിത്രത്തിൽ വിവിധ തരത്തിൽ, വിവിധ നാടുകളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ദൗത്യത്തിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ഈ ഭൂമിയിലെ യാത്ര പൂർത്തിയാക്കി കടന്നുപോയ വിശുദ്ധരുടെ ജീവിതയാത്ര ഏറെ സ്നേഹത്തോടും ആദരത്തോടും കൂടെ പുരോഹിതൻ തൻ്റെ സഹയാത്രികരോട് വിവരിക്കുന്നു. സഭ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ച് വണങ്ങുന്നവർ തന്നെ എത്രയേറെ, അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രഖ്യാപിതരല്ലാത്ത വിശുദ്ധർ. അവരെല്ലാം ഇന്ന് പുരോഹിതൻ സഞ്ചരിക്കുന്ന അതേ ദൗത്യവഴിയിലൂടെ കടന്നുപോയവരാണ്. രക്തസാക്ഷികൾ, മിഷണറിമാർ, താപസികൾ, സന്യസ്തർ, അധ്യാത്മപാലകർ, പണ്ഡിതർ, കുടുംബസ്ഥർ, കാരുണ്യപ്രവർത്തകർ, നീതിക്കു വേണ്ടി പ്രവർത്തിച്ചവർ, അധ്യാപകർ, അങ്ങനെ എത്രയോ വ്യത്യസ്ത രീതിയിലുള്ള വിശുദ്ധരാണ് ഈ കുടുംബത്തിലുള്ളത്. ഈ വിശുദ്ധരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അവരുമായുള്ള ബന്ധുത്വമാണ് പുരോഹിതൻ പ്രഘോഷിക്കുന്നത്. ചില വിശുദ്ധരുടെ ജീവിതങ്ങൾ പുരോഹിതനെ പ്രത്യേകം ആകർഷിക്കുന്നു. അവരുടെ ജീവിത രീതിയും പ്രവർത്തനങ്ങളും തൻ്റെ ജീവിതത്തിൽ അനുകരിക്കാൻ അവൻ പരിശ്രമിക്കുന്നു. അവരുടെ സുഹൃതം നിറഞ്ഞ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ പുരോഹിതൻ വാചാലനാകുന്നു. അവൻ്റെ പ്രസംഗങ്ങളിലും പ്രഘോഷണങ്ങളിലും ഈ പുണ്യജീവിതങ്ങളുടെ മാതൃക പിന്തുടർന്ന് കർത്താവിൻ്റെ വഴിയെ നടക്കേണ്ടതിനെപ്പറ്റി അവൻ തൻ്റെ സഹയാത്രികരെ ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യാൻ അവർക്ക് പ്രചോദനം പകരുന്നു. അങ്ങനെയുള്ള ജീവിത മാതൃകകൾ തൻ്റെ ജീവിതത്തെയും സ്വാധീനിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഈ വിശുദ്ധർ നടന്നുപോയ അതേ വഴിയിലൂടെയാണ് പുരോഹിതനും യാത്ര ചെയ്യുന്നത്. അവൻ്റെ പൗരോഹിത്യ സ്വത്വത്തിനും ദൗത്യത്തിനും തുണയായി അവരുടെ മാധ്യസ്ഥ്യം അവൻ യാചിക്കുന്നു. കർത്താവിൻ്റെ വഴിയിലൂടെയുള്ള അവൻ്റെ യാത്രയിൽ ഈ വിശുദ്ധർ അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വിശുദ്ധരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട രീതി പുരോഹിതനെ ആവേശഭരിതനാക്കുന്നു. അവരാരും വിശുദ്ധരായി ജനിച്ചവരല്ല. ചിലരെങ്കിലും യൗവനത്തിലും മറ്റും കർത്താവിൻ്റെ വഴി തിരസ്കരിച്ച് തങ്ങൾക്ക് തോന്നിയ വഴിയെ നടന്നവരായിരുന്നു. പക്ഷേ ദൈവം അവരുടെ ജീവിതം കീഴ്മേൽ മറിച്ചു. ഫലമോ, ഒരു നാൾ കർത്താവിൻ്റെ മാർഗത്തിൽ നടന്നിരുന്നവരെ ഉന്മൂലനം ചെയ്യാൻ ഓടി നടന്നിരുന്ന സാവൂളിനെ പോലെയൊരു തീഷ്ണമതിയെ കർത്താവിൻ്റെ മാർഗത്തിനു വേണ്ടി പീഡകളും മരണവും ഏറ്റുവാങ്ങി ആ മാർഗത്തിലേക്ക് അനേകരെ ചേർത്ത് നിർത്തിയ പൗലോസാക്കി അവിടുന്ന് മാറ്റി. ഇതുപോലെ എത്രയോ വിശുദ്ധ ജീവിതങ്ങൾ. പുരോഹിതൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും വിചിന്തനങ്ങളിലും ഈ വിശുദ്ധ ജീവിതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു.
തത്ഫലമായി ഇവരെപ്പോലെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള പ്രചോദനം അവനിൽ വളർന്നു വരുന്നു. ഈ വിശുദ്ധർക്കൊക്കെ ഇങ്ങനെ ജീവിക്കാമെങ്കിൽ തനിക്കും അത് സാധ്യമാകുമെന്ന പ്രതീക്ഷ അവനിൽ നിറയുന്നു. ഈ വിശുദ്ധ ജീവിതങ്ങളുടെ തണലിൽ തൻ്റെ സഹയാത്രികരുമായി അവൻ കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എനിക്ക് പ്രിയപ്പെട്ട ചില വിശുദ്ധരെയും അവരുടെ ജീവിതവും ഓർക്കുക. അവരെപ്പറ്റി എൻ്റെ ഉള്ളിലുള്ള ചിത്രം കാണുക. ഞാൻ എപ്രകാരമാണ് അവരെപ്പറ്റി പറയാറുള്ളത് എന്ന് ശ്രദ്ധിക്കുക. ഇത്തരം ജീവിത മാതൃകകൾക്ക് ദൈവത്തിന് നന്ദി പറയുക. കർത്താവിൻ്റെ ദൗത്യത്തിനായി അവരെ തീഷ്ണരാക്കിയ ആത്മാവെ, എന്നെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക.